എവിടുക്കാടാ ജെ? എനിക്കൊരാളെ കാണാനുണ്ട്. ഇജ് ഇന്നലെ രാത്രി വന്നപ്പോ എത്ര മണിയായിക്കണ്? ഇജ് ഇന്നലെ രാത്രി 3 മണിക്കാ വന്ന് കയറിയിക്കണ്ടേ? അതുവരെ എനിക്ക് എന്തേലും പണി? ഞാൻ വരുന്ന ടൈമോ നിങ്ങൾ നോക്കണ്ട, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. തേങ്ങയൊക്കെ അതാ ഉണങ്ങി നിക്കണത്, വിടാനൊരാളെ കിട്ടുന്നില്ല, മുഴിച്ചിട്ട് കൊടുക്കുക പേനുമില്ല. ഇനിയിപ്പോ തലയിൽ ഗോളം കാത്തുക്കുപ്പത്. ഇപ്പൊ 2000 റുപ്യാണ്. ഒരു മനുഷ്യൻ നട്ടു ഉച്ചക്കാണ് ഉറങ്ങി എണിച്ചാണ് വരണ്ടേ. ഇതെത്ര എനിക്ക് കായ്? അതൊരു ആവശ്യമുണ്ട്, നിങ്ങൾ പൈസ കാട്ടിയാണേ. ഇജി മിഞ്ഞാന്ന് ഉമ്മാന്റെ അടുത്തുനിന്ന് കറണ്ട് ബില്ല് അടക്കാൻ വെച്ച കായ് തൂങ്ങി പോയാ? അത് ഞാൻ കൊണ്ടുപോയിക്കണേ, എനിക്കില്ല ആവശ്യങ്ങള്. 2000 റുപ്യ തരും. തൽക്കാലം എന്റെ അടുത്തേ ഒഴിഞ്ഞ കായില്ല. എന്റെ ചങ്ങായിമാരും എന്റെ കൂട്ടാളികളൊക്കെ ആരാന്ന് ഓർക്ക് എത്താത്ത പരിപാടി എന്നൊക്കെ എനിക്ക് നല്ല മനസ്സിലായിക്കണേ. തൽക്കാലം ഇജ്ജ് പോണുണ്ടെങ്കിൽ എടുക്കാ പോയിക്കോ ട്ടാ. നിങ്ങള് മറ്റുള്ള വർത്താനം കേട്ടാൽ എന്റെ ചങ്ങായിമാരെ നിങ്ങൾ കുറ്റം പറയരുത്. ഓരൊക്കെ നല്ലവരാണ്, നല്ല ചെരക്കാണ്, പാപ്പാക്ക് മനസ്സിലായിക്കണ്. നിങ്ങളെ പൈസ വേണ്ട, ഉണ്ടാക്കാനുള്ള വകുപ്പ് എനിക്കറിയാം. എന്റെ മോന് നിങ്ങൾ ഈ ഇരുത്തങ്ങനെ ഇരുന്നാലെങ്ങനെ? പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല? നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ? നമുക്ക് പോയത് പോയി. എന്നാലും എന്റെ കുട്ടി പോയില്ലേ? ഹക്കീമേ, ഓന് നല്ല ജോലിയും കാര്യമായിട്ട് പോവുകയായിരുന്നു. ഓന്റെ അടുത്ത് ഒരു വേണ്ടാത്തവർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇജ്ജ് എങ്ങനെ കേട്ടക്കണം ഓൻ്റെ അടുത്ത് അങ്ങനെ ഒരു വേണ്ടാത്തവരുള്ളത്? അതിന്റെ ഇടയിലാണ് ഓൻ ആ ചങ്ങായിമാരൊപ്പം കൂടിയത്. ഓനെ ഞാൻ വെറുതെ വിടൂല. മുസ്താക്കാ, നിങ്ങൾ വിചാരിച്ച മാറിക്കൊന്നല്ല കാര്യങ്ങള്. ഓന്റെ കൂട്ടുകാരെ നിങ്ങളെ മോനെ പോലെ അതിൽ പെട്ടതാണ്. ഇതിന്റെ മേലെ വലിയ വലിയ ടീമുകളുണ്ട്. ഓലൊന്നും ഞമ്മക്കൊന്നും ചെയ്യാൻ കഴിയൂല മുസ്താക്ക. ഏത് കൊമ്പത്തെ ആൾക്കാരാണെങ്കിലും ഒരു മക്കൾക്കും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ വിചാരിച്ച മാറിക്കൊന്നല്ല, ഓരൊക്കെ വലിയ വലിയ സ്വാധീനമുള്ള ആൾക്കാരാണ്. ഇത് നോക്കാണി ആരെ കൂടെ അവർ നിൽക്കണത്. നമ്മളൊക്കെ എന്ത് ചെയ്യാനാ വരെ? ഇവരാണ് ആള്. ഇവരെ ഒതുക്കി കഴിഞ്ഞാലേ ഒരു പരിധി വരെ നമ്മളെ നാട് രക്ഷപ്പെടും, അല്ലാതൊരു രക്ഷയില്ല. നമ്മളെ പുതിയ സ്ഥാനത്തിന് നല്ല ഡിമാൻഡാ. അതെ, എനിക്ക് മനസ്സിലായി.
നല്ല പോകണ്ടെന്ന് പ്രാവശ്യം നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡർ ചെയ്യേണ്ടി വരടാ. ഇപ്പൊ കുറെ കുട്ടികൾ നമ്മൾക്ക് വരുന്നുണ്ട്. പക്ഷെ കൂടുതലും പെൺകുട്ടികളാണ്. അവരെ ഡീല് ചെയ്യാൻ നമുക്ക് കുറച്ച് ആളുകൾ വേണം. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കടാ. അല്ല ബോസേ, ഈ തൂഫാൻ ഇപ്പൊ നമ്മളെ ബിസിനസ്സിന് ബാധിക്കുമോ? അതിനെ കുറിച്ച് എനിക്ക് പേടിക്കണ്ട. നമ്മളെടുത്ത ആളുകളാ. ഇന്നാള് 2 ചെക്കന്മാർ തമ്മിൽ കുട്ടികളും മരിച്ചല്ല. ആ കേസ് നമുക്ക് ബാധിക്കുമോ? അങ്ങനെ എത്ര കേസ് അതൊക്കെ ഒതുക്കിട്ടെടുത്ത ആളറാ. അങ്ങനെ